ഗോവയുടെ തലസ്ഥാന നഗരിയായ പനാജിയിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ ദൂരത്തായി മനോഹരമായ മണ്ഡോവി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 16-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമായ ഓൾഡ് ഗോവ ചർച്ചിലേക്കാണ് ഇന്ന് എൻ്റെ യാത്ര. ബസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച്. മനുഷ്യൻ പുതുമകളുടെ നിറകുടം തേടി അലയുന്ന ഈ ലോകത്തിൽ വേറിട്ട ഒരു കാഴ്ചയായി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പേറി നൂറ്റാണ്ടുകളായി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ഈ പുണ്യസ്ഥലം. ഇവിടെ ബസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ചിനെ കൂടാതെ വേറെയും പ്രസിദ്ധമായ ദേവാലയങ്ങളുണ്ട്. ഈ ദേവാലയത്തോട് അനുബന്ധിച്ച് ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് പ്രസിദ്ധമായ ബസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച്. ഇവിടെയാണ് വിശുദ്ധനായ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഏകദേശം 480 വർഷത്തിൽ പരം പഴക്കമുള്ള ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ആരുടെയും മനം കവരുന്ന ദൃശ്യഭംഗിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഐക്കോണിക് ചർച്ച് യുനെസ്കോ അംഗീകരിച്ച വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. കർമാലിയാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. അത് ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട്. ദാബോളിം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഏറ്റവും അടുത്ത എയർപോർട്ട്. അത് ഇവിടെ നിന്നും ഏകദേശം 26 കിലോമീറ്റർ ദൂരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് സേ കാത്തഡ്രൽ ചർച്ച്. ഈ ദേവാലയം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയമായി കണക്കാക്കപ്പെടുന്നു. ഇതാണ് സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസിസി ചർച്ച്. ഈ ദേവാലയം 1661 പോർച്ചുഗീസ് പണികഴിപ്പിച്ച ഒരു ദേവാലയമാണ്.